ഹലോ, എല്ലാവർക്കും ഹർദീക്സ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെമ്മീൻ പടവലങ്ങ കറിയാണ് ഉണ്ടാക്കുന്നത്. സിമ്പിളായിട്ട് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഏകദേശം ഒരു 100 ഗ്രാം ചെമ്മീനും ഒരു 3 ചെറിയ മീഡിയം സൈസിലുള്ള പടവലങ്ങയാണ് നമുക്ക് ഈ കറിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ചെമ്മീൻ കഴുകി വൃത്തിയാക്കി ഒരു സൈഡിൽ വെക്കുക. അതുപോലെ തന്നെ പടവലങ്ങയും തൊലിയൊക്കെ ചുരണ്ടിക്കളഞ്ഞ് നന്നായിട്ട് കഴുകി ചെറുതായി അരിഞ്ഞ് ഒരു സൈഡിൽ വെക്കാം. ഇനി ചട്ടിയിലെ എണ്ണ ചൂടായ ശേഷം അതിലേക്ക് കടുകും കുറച്ച് ഉഴുന്ന് പരിപ്പും ജീരകവും കൂടി ഇട്ട് പൊട്ടിക്കാം. ഇത് കുറച്ച് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു 2 ചെറിയ ഉള്ളി അല്ലെങ്കിൽ ഒരു വലിയ ഉള്ളി 2-3 പച്ചമുളകും കൂടി അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് നന്നായി വഴറ്റിയെടുക്കണം. ഉള്ളിയുടെ നിറം ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കിത് വഴറ്റിയെടുക്കാവുന്നതാണ്. ഇനി ഉള്ളി വഴറ്റിയതിലേക്ക് ഒരു ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ അതിനുശേഷം ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചിയും വെള്ളുള്ളി പേസ്റ്റ് അതും കൂടെ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ചേരുവയായ ചെമ്മീൻ കഴുകി വെച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ ചെമ്മീൻ ചേർത്ത് വേവിക്കുന്നതാണ് നല്ലത്, എങ്കിലേ നന്നായിട്ട് കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ചെമ്മീൻ കുറച്ചിങ്ങനെ റോസ്റ്റ് ആവുന്നവരെ നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കാം. ചെമ്മീൻ കുറച്ച് റോസ്റ്റ് ആവുന്ന സമയത്ത് 1-2 തണ്ട് കറിവേപ്പിലയും അതുപോലെ തന്നെ പുതിന നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതും കൂടി കഴുകിയ ശേഷം ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞ് കൊടുക്കാവുന്നതാണ്. നമ്മുടെ ചെറുതായി അരിഞ്ഞ പടവലങ്ങ കഷ്ണം അതും കൂടെ ഈ ചെമ്മീൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ പടവലങ്ങ കഷ്ണം ആ ചെമ്മീൻ്റെ കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ചെമ്മീൻ്റെയും ആ മസാലയുടെ എല്ലാ ടേസ്റ്റും ആ ചേരുവകളെല്ലാം ഈ പടവലങ്ങക്ക് കൂടെ കിട്ടുന്നതാണ്. നമുക്ക് ഈ കറിയിലേക്കുള്ള ബാക്കി മസാലപ്പൊടികൾ കൂടി ചേർക്കാം. ആദ്യം തന്നെ ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി അത് ചേർത്ത് കൊടുക്കാം. ഇനി അതിനുശേഷം കുറച്ച് ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് മുളക് പൊടി അതും ചേർത്ത ശേഷം കുറച്ച് കുരുമുളക് പൊടി ഒരു 1/2 ടീസ്പൂൺ മതിയാവും, അത് ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടിയാണ് ഈ കറിയുടെ പ്രധാന ചേരുവ എന്ന് പറയുന്നത്. കാരണം ചെമ്മീൻ ഭയങ്കര ചൂടായിരിക്കും. അപ്പോൾ കുരുമുളക് പൊടി ചേർത്താൽ നല്ല തണുപ്പ് കിട്ടും നമ്മുടെ ബോഡിക്ക്. ചെമ്മീനല്ല നമ്മുടെ ബോഡിക്ക് കേട്ടോ. എല്ലാ മസാലയും കൂടി ഈ ചെമ്മീനിലും പടവലയും കൂടി ഇളക്കി യോജിപ്പിച്ച ശേഷം ഒരു 10 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാവേ. ആഹാ, നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഏകദേശം അല്ല, നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് ഈ പടവലങ്ങയും ചെമ്മീനും കൂടെ. അപ്പോൾ ഇതിൻ്റെ ഒന്നുകൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് നോക്കി ഉപ്പ് കുറവാണെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചെമ്മീൻ പടവലങ്ങ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റിൽ ഈ കറി ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ്സ് പറയണേ. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്